അങ്ങനെ നമ്മളെ ഓരോ വഴികളിലും ഓരോരുത്തരെയും കരുതുന്ന ഒരു ദൈവമാണ്. അപ്പൊ ജോഷുവയോട് കർത്താവ് പറയാണ്, നീ മോശ മരിച്ചു എന്ന് വിചാരിച്ച് നീ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. മനസ്സിലാവണം, നിന്റെ ഗുരുസ്ഥാനീയനാണ് മോശ. മോശ മരിച്ചതോടുകൂടി ഇനി എല്ലാം തീർന്നു, ഇനി ഒന്നുമില്ല, എല്ലാം അടച്ചു വെക്കാം, ഇനിയിപ്പം ഒന്നുമില്ല, എല്ലാവരും വിട്ടിപ്പോക്കോ. അങ്ങനല്ല, ഇനി നമ്മൾ അടുത്തൊരു ഘട്ടം തുടങ്ങുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അടുത്തൊരു സ്റ്റേജ് തുടങ്ങുകയാണ്. ഒരു പ്രതിസന്ധിയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേൺ ഓവർ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ശരിക്കും ചില കാര്യങ്ങൾ കറങ്ങിത്തിരി. നമ്മൾ വിചാരിക്കും ഇനി എന്താണ്, ഇനി മുഴുവൻ പ്രളയമാണ് എന്ന് നമ്മൾ വിചാരിക്കും. നോ, അങ്ങനെയല്ല, നമ്മളാണ് ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ പ്രളയമൊന്നുമല്ല. അതിനുശേഷം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തൊരു ലെവലാണ്. മനസ്സിലാവുന്നുണ്ട്? അടുത്തൊരു ലെവലാണ്. കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും ഒത്തിരി പേടിച്ചു, അല്ലേ? ഒത്തിരി പേടിച്ചു, കുറേ പേരൊക്കെ മരിച്ചു, ഒത്തിരി അസ്വസ്ഥതകൾ വന്നു. പക്ഷെ നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയാൽ മതി, കോവിഡിന് ശേഷം ഒരു ലോകമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതിനുശേഷം അല്ലെ എല്ലാം തീർന്നു പോയി നമ്മൾ വിചാരിച്ചതാണ്. പക്ഷേ പഴയതിനേക്കാൾ മെച്ചത്തിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് വന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ഒത്തിരി മേഖലകൾ മെച്ചപ്പെട്ടു. നമ്മൾ നെഗറ്റീവ് മാത്രം കാണാൻ നിൽക്കണ്ട. ഒത്തിരി നന്മകൾ, ഒത്തിരി കാര്യങ്ങളിൽ അല്ലെ ആളുകളൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. മനസ്സിലാണ്? ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഒന്നുമില്ല, ഒറ്റയ്ക്ക് രാത്രി കിടന്നുറങ്ങാനെങ്കിലും ചില ആളുകൾ പഠിച്ച ഒരു കാലമാണ് കോവിഡ് കാലം. ഒത്തിരി നന്മകളുണ്ട് അതിൻ്റെ. മനസ്സിലാണ്? ഒത്തിരി നന്മകളുണ്ട്. ഒരു വെയിൽ വന്നതിന് ഒരു നന്മയുണ്ട്, ഒരു മഴ പെയ്യുന്നതിന് ഒരു നന്മയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ഒരു നന്മയുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. ജോഷുവ 1:8. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്, വായിക്കാമോ? ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. അടുത്ത വചനം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം എന്താ വചനം പറയുന്നത്? ന്യായപ്രമാണ ഗ്രന്ഥം എന്ത് ചെയ്യണം? എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. വായിച്ചേ, ന്യായപ്രമാണ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്, അല്ലേ? ആ ദൈവവചനം എപ്പോഴും എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നീ എവിടെ പോയാലും നിന്റെ ദൈവവചനം നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അടുത്തത്, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, അല്ലെ? അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. രാവും പകലും, രാത്രിയിലും പകലും നീ ആ ദൈവവചനത്തെ പറ്റി ധ്യാനിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും പിന്നെന്താണ്? വിജയം വരിക്കുകയും ചെയ്യും, അല്ലെ? ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. അടുത്ത വചനം വായിച്ച്, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. എന്താണ് വചനം? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും, അല്ലെ? ഇനി 6-ാമത്തെ വചനം വായിച്ചേ, 6. ജോഷുവ 1:6 വായിച്ചേ, 1:6. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക, അല്ലെ? ജോഷുവയോട് കർത്താവ് പറയുകയാണ്. അപ്പം അതായത് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുന്നത് ആരാണ്? മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ആരാണ്? ജോഷുവയാണ്, അല്ലെ? മോശയ്ക്ക് ശേഷം, അല്ലെ? മോശ ഏകദേശം 40 വർഷക്കാലത്തോളം മരുഭൂമിയിലൂടെ ജനത്തെ നയിച്ചു. എന്നാൽ കനാൻ നാട്ടിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് ഏതാനും വാര അകലെ വെച്ച് ആര് മരിച്ചു? മോശ മരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇനി 2 കാര്യങ്ങൾ കൂടി കടന്നാൽ 40 വർഷത്തെ യാത്ര പൂർത്തിയാകും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ജോർദാൻ നദി അവരുടെ മുമ്പിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജോർദാൻ നദി കടക്കണം. ഒരു പട്ടണത്തിൻ്റെ കോട്ട കൂടി കിടക്കണം. ഏതാണ് ആ പട്ടണം? ജെറീക്കോ പട്ടണമാണ്. മനസ്സിലാവുന്നുണ്ടോ? ജോർദാൻ നദിയും ജെറീക്കോ പട്ടണവും ഒന്ന് കടന്നാൽ അവരെവിടെ എത്തും? ലക്ഷ്യസ്ഥാനമായ കനാൻ നാട്ടിലെത്തും. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ കനാനിൻ്റെ കുന്നുകൾ കാണാവുന്നത്ര ഒരകലത്തിൽ വെച്ച് 40 വർഷക്കാലം നയിക്കപ്പെട്ട മോശ, ആ മോശയോട് കർത്താവ് പറയുകയാണ്, നീ നെബോ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ഈ കനാൻ ദേശം ഒന്ന് നോക്കിക്കാണുക.
ഒരിക്കലും നീ കാനാനിൽ കാലുകുത്തില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ഒരിക്കലും കനാനിൽ കാലുകുത്തില്ല. മോശ വളരെയധികം വണ്ടടിച്ചു. മോശയ്ക്ക് അതൊരു അറ്റാക്ക് കിട്ടിയതുപോലെ ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഈ ജനത്തെ കൊണ്ടു നടന്ന് അവരുടെ വഴക്കുകൾ മുഴുവൻ കേട്ട് പരിഹാസം കേട്ട് ഒരിടയിൽ മരിച്ചുപോയാലോ എന്ന് പോലും ആലോചിച്ചിരുന്നൊരു സമയത്ത് കർത്താവ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ മോശ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് കൈ ഉയർത്തിയാൽ ഒരു കടല് അനുസരിച്ചു കൊണ്ട് നിന്ന ആളിൻ്റെ പേരാണ് മോശ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വടി ഒന്ന് നീട്ടിയപ്പോൾ എന്ത് ചെയ്തു? ചെങ്കടൽ രണ്ടായി പകുത്തു മാറ്റപ്പെട്ടു. മോശ കൈ ഉയർത്തിയപ്പോൾ ആകാശത്ത് നിന്ന് വെട്ടുക്കിളിക്കൂട്ടം വന്ന് ഈ ഇസ്രായേൽക്കാരുടെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ അവർക്ക് ആഹാരത്തിന് പാകമെന്നോണം വന്നു വീണു. മോശ കൈ ഉയർത്തിയപ്പോൾ ആകാശത്ത് നിന്ന് ഈ മന്ന വന്നു വീണു. മോശ പാറയുടെ നേരെ കൈ ഉയർത്തിയപ്പോൾ ആ പാറ കരിമ്പാറക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് ഒരു ജലസ്രോതസ് പുറപ്പെടുവിക്കപ്പെട്ടു. അങ്ങനെ എല്ലാം കൊണ്ടും ആത്മീയതയിൽ തികഞ്ഞ അത്ഭുതങ്ങളുടെ ഒരു മനുഷ്യനാണ്. ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടാൻ പാടില്ലാത്തത്ര അത്ഭുതങ്ങൾ ഈ മോശയുടെ ജീവിതത്തിലൂടെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മോശയോട് കർത്താവ് പറയുകയാണ്, നീ മരിക്കാൻ പോവുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാണോ? നീ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം തോന്നിക്കാണും. എന്നിട്ട് മോശയോട് പറയുകയാണ്, നിന്നിലൂടെയുള്ള പ്രവർത്തനങ്ങൾ അവസാനിച്ചു. നീ ജോഷുവ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ കൂട്ടത്തിലുണ്ട്. ആ ചെറു ബാലന്റെ മേൽ, ആ പയ്യന്റെ മേൽ നീ കൈവെക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ജോഷുവയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോഷുവയെ പറ്റി വചനം പറയുന്ന ഒരു റെഫറൻസ് ഇങ്ങനെയാണ്: ഈ മോശ എപ്പോഴൊക്കെ സമാഗമ കൂടാരത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ അത് കഴിഞ്ഞതിന് ശേഷം മോശ തിരിച്ചു പോയാലും ആര് തിരിച്ചു പോകില്ലായിരുന്നു? ജോഷുവ തിരിച്ചു പോകില്ലായിരുന്നു. നൂനിൻ്റെ മകനായ ജോഷുവ പാളയം വിട്ട് പുറത്തോട്ട് പോകുമായിരുന്നില്ല. മനസ്സിലുണ്ടോ? പാളയം വിട്ട് അവൻ പുറത്തോട്ട് പോകുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ആ പാളയം വിട്ട് പുറത്തു പോകാത്ത ജോഷുവ അവൻ എന്ത് ചെയ്തു? അവൻ എപ്പോഴും ആ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുക. അതാണ് ജോഷുവയുടെ പ്രത്യേകത. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അവൻ്റെ മേലിലേക്ക് കർത്താവ് എന്ത് ചെയ്തു? ഈ മോശ വഴി ഒരു കൈവപ്പ് നടത്തി. എന്നിട്ട് ജോഷുവയോട് പറയുകയാണ്, ഇനി നീ ഈ ജനത്തെ നയിക്കുക. ഇനി ആ സന്ദർഭം നമ്മൾ ഇനി വായിക്കാൻ പോവുകയാണ്. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ ഹെഡിങ് കണ്ടോ? കനാനിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നു. മനസ്സിലാവുന്നുണ്ട്? ഇസ്രായേൽ ജനം എന്തിനു വേണ്ടിയാണോ 40 വർഷക്കാലം, 1-2 ദിവസമല്ല, 40 വർഷക്കാലം ഒരു ജനം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞിട്ട് അവരൊടുവിൽ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശത്ത് പ്രവേശിക്കാൻ പോവുകയാണ്. 2-ാമത്തെ വചനം മുതൽ വായിക്കണം. അപ്പോൾ നമുക്ക് ആ വചനത്തിൻ്റെ ഒരു പൊരുള് പിടികിട്ടും. വായിക്കാമോ? 2-ാമത്തെ വചനം. ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? എൻ്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ജോഷുവയോട് പറയുകയാണ്, എന്ത് ചെയ്തു? ആര് മരിച്ചുപോയി? മോശ മരിച്ചു. അതുകൊണ്ട് നമുക്കിനിയിപ്പോൾ എല്ലാവരും കൂടി ഇവിടെ കറങ്ങി നിൽക്കാൻ പാടില്ല. മരിച്ചു. അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനി യാത്ര പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. അതായത് ഈ ആളുകൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഇനി മോശയ്ക്ക് ശേഷം ആരാണ് ഞങ്ങളെ നയിക്കുന്നത്? മോശ വീണുപോയാൽ കനാൻ നാട്ടിലേക്കുള്ള പ്രവേശനം സാധ്യമാകുമോ? ആരെങ്കിലും ഞങ്ങളെ അവിടേക്ക് എത്തിക്കുമോ? ഇങ്ങനൊരു ചിന്ത തോന്നാം. കാരണം അത്രയും പ്രഗത്ഭനും വലിയ ആത്മീയതയുടെ നിറകുടവുമായ മോശ മരിക്കുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ ഒരു അന്ധകാരത്തിൽ, ഒരു സംശയത്തിൻ്റെ നിഴൽ, ഇനി ആര് എന്നൊരു ചിന്തയുണ്ട്. പ്രിയമുള്ളവർ, ഇതുപോലെ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വഴി നമുക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുമ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ കർത്താവ് ജോഷുവയോട് പറയുകയാണ്, മോശ മരിച്ചു. ശരിയാണ്, മോശ മരിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ അവിടെ വട്ടം കൂടി ഇരിക്കുക, കറുത്ത കൊടി പിടിക്കുക, അതല്ല, മുന്നോട്ട് പോവുക. അടുത്ത ആളിൻ്റെ നേതൃത്വത്തിൽ നീ മുന്നോട്ട് പോകുക. ഒരു വഴി നിനക്ക് മുമ്പിൽ അടഞ്ഞാൽ കർത്താവ് അടുത്തൊരു വഴി നമുക്ക് മുമ്പിൽ തുറക്കും. നമ്മളെ അത്രയും മാത്രം കരുതുന്ന ഒരു ദൈവമാണ്. ഇനി തൊട്ട് പിറകിലുള്ള പേജ് നിയമാവർത്തന പുസ്തകം ഒന്നെടുത്ത ജോഷുവയുടെ തൊട്ട് പിറകിലുള്ള പേജാണ് നിയമാവർത്തന പുസ്തകം. നിയമാവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 29-ാമത്തെ തിരുവചനം. 33:29 ശ്രദ്ധയോടെ വായിക്കണം. നല്ലൊരു വചനമാണ്. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 29-ാമത്തെ തിരുവചനം വായിക്കാമോ? ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെ പോലെ മറ്റേത് ജനമാണുള്ളത്? എന്താണ് വചനം? ഇസ്രായേലേ, നീ ആരാണ്?
ഭാഗ്യവാൻ, അല്ലെ? ഇസ്രായേലേ നീ ഭാഗ്യവാൻ. അല്ല, ഇതുപോലെ പുതിയ നിയമത്തിൽ ഒരാളോട് കർത്താവ് ഭാഗ്യവാൻ എന്ന് പറയുന്നുണ്ട്. ആരാണ്? ഇസ്രായേലേ നീ ഭാഗ്യവാൻ. പുതിയ നിയമത്തിൽ ഈശോ ഒരാളോട് പറയുന്നുണ്ട് നീ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? പത്രോസാണ്. പത്രോസിനോട് പറയുകയാണ്, അല്ലെ? കേസറിയ ഫിലിപ്പി ചെന്നപ്പോൾ പത്രോസിനോട് കർത്താവ് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്, അല്ലെ? അടുത്തത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഉടനെ ശിമോൻ പത്രോസ് എന്തു പറഞ്ഞു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ കർത്താവ് കർത്താവിന് അത് ഇഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞു, ശിമയോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഈശോ പറയുന്നുണ്ട് ഭാഗ്യവാൻ. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ഇസ്രായേലേ, വായിച്ചേ, ഇസ്രായേലേ നീ ഭാഗ്യവാൻ. വായിച്ചേ, നിന്നെ സഹായിക്കുന്ന പരിചയും നിന്നെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെ പോലെ മറ്റേത് ജനതയാണുള്ളത്? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്, നമ്മളെ പോലെ മറ്റൊരാളില്ല. മനസ്സിലാവുന്നുണ്ട്? നമ്മളെ പോലെ മറ്റൊരാൾ ഇല്ല. കർത്താവ് നമ്മളെ അത്രമാത്രം കരുതുന്നുണ്ട്. നിന്നെ പോലെ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വേറെ ആരാണുള്ളത്? ഇനി നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം എടുക്കാമോ? നിയമാവർത്തനം 4:7. ജോഷുവോട് അവിടെ ഒരു വിരൽ വെച്ചിരിക്കണം കേട്ടോ. നിയമാവർത്തന പുസ്തകം, ഈ പുസ്തകം തന്നെ, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം വായിക്കാമോ? നിയമാവർത്തനം 4:7 വായിച്ചേ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ, ശ്രദ്ധിച്ചു വായിക്കണം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? ശ്രദ്ധയോടെ വായിച്ച്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണെന്ന്, വേറെ ഏത് വ്യക്തിയാണുള്ളത്? നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഉത്തരം തരുന്ന ഒരു ദൈവം. ഇത്രയും ശ്രേഷ്ഠ ജനത വേറെ ആരാണുള്ളത്? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവ് കരുതുന്ന വഴികൾ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ചില വഴികൾ നമുക്ക് മുമ്പിൽ അടയപ്പെടുന്നല്ലോ എന്ന്. പക്ഷെ നമ്മൾ എന്തുമാത്രം കരുതുന്ന ഒരു ദൈവമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ എന്തുമാത്രം കരുതുന്ന ഒരു ദൈവം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ തോന്നാം. നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് രോഗങ്ങളുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും വീട് മുന്നോട്ട് പോകണമെന്നോ ആളുകൾ നമ്മളോട് പെരുമാറണമെന്നോ നിർബന്ധമില്ല. പക്ഷേ ഒരു രാത്രിയിൽ ഒരു ദൈവവിചാരത്തോടെ നമ്മൾ കിടന്നുറങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെന്നാൽ നമുക്കറിയാം ആ ദിവസം ദൈവം നമ്മളെ എത്രമാത്രം പരിപാലിച്ചത് കൊണ്ടാണ് നമ്മൾ ആയുസ്സോടുകൂടി ഇരിക്കുന്നതെന്ന്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുന്നു, മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നൊരു ദൈവം. നമുക്കൊരു യോഗ്യതയില്ലാതിരുന്നിട്ടും നമ്മൾ ഒരിക്കലും നിൽക്കണ്ടാത്ത ഇടങ്ങളിൽ നമ്മളെ നിർത്തുന്ന ഒരു ദൈവം. അതാർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ കാര്യം, നമ്മുടെ ജീവിതത്തിൽ സങ്കടമുണ്ട്, നമ്മൾ കടം വാങ്ങിക്കുന്നുണ്ട്, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളും ഭാരങ്ങളൊക്കെ ഉണ്ട് എങ്കിലും, ഉള്ളിൻ്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ട് എങ്കിലും ആത്യന്തികമായി നമ്മുടെ ജീവിതം ഇൻ ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തുമാത്രം ദൈവത്തിൻ്റെ കരുതൽ. ഒരു വഴി അടയ്ക്കപ്പെടുമ്പോൾ മറ്റൊരു വഴി നമുക്ക് മുമ്പിൽ തുറക്കുന്ന ഒരു ദൈവമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്തുമാത്രം നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. നമ്മൾ എന്തുമാത്രം നമ്മളെ കരുതുന്ന, നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മളെ കരുതുന്ന ഒരു ദൈവം. നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൊണ്ടോ ഒന്നുമല്ല ഈ വണ്ടി മുന്നോട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ എന്നാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മളെ കരുതുന്ന, നമ്മളെ താങ്ങി നിർത്തുന്ന, നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സർവശക്തനായ ദൈവം തലയ്ക്ക് മീതെ ഒരു കുട പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് വലിയ വെയിലുള്ളപ്പോഴും നമ്മൾ കരിഞ്ഞു പോകാത്തത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മളെ കരുതുന്ന ഒരു ദൈവം. നിന്നെ ഇതുപോലെ കരുതുന്ന ആരാണുള്ളത്? മനസ്സിലുണ്ടോ? നമ്മൾ ഇതുപോലെ കരുതുന്ന ഒരു ദൈവം വേറെ ആരാണുള്ളത്? അപ്പം അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം. നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന. അപ്പം എന്നെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ അല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്. ഇന്നലെ എന്നെ കർത്താവ് സ്നേഹിച്ചതുപോലെ അല്ല ഇന്ന് എന്നെ സ്നേഹിക്കുന്നത്. ഓരോ ദിവസവും ഓരോ സ്നേഹം നൽകി പരിപാലിക്കുന്നൊരു ദൈവമാണ്. എടുക്കാമോ? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം. വിലാപങ്ങൾ ജെറമിയയുടെ പുസ്തകം കഴിഞ്ഞുള്ള പുസ്തകമാണ്. ജെറമിയ കഴിഞ്ഞ് വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 19 മുതലുള്ള തിരുവചനം. വിലാപങ്ങൾ 3:19 ശ്രദ്ധിച്ചു വായിക്കണം. വിലാപങ്ങൾ 3:19 വായിക്കാമോ? എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ
കൈപ്പേറിയ വിഷമാണ്. അല്ലേ, ഞാൻ കഴിഞ്ഞ കാലത്ത് കടന്നുപോയ എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതെനിക്ക് ഓർക്കുമ്പോൾ തന്നെ അത് വലിയ വിഷമാണ്. അല്ലേ, വലിയ വിഷമാണ്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. അതായത് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ സഹനങ്ങൾ ഓർത്താൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി കടന്നു പോകേണ്ട പ്രതിസന്ധികളും വൈതരണികളും ഓർത്താൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. വിഷം കുടിച്ചാലോ എന്ന് ആലോചിക്കണം. അതാണ് വചനം പറയുന്നത്. ഇതെനിക്ക് വലിയ വിഷമാണ്. മനസ്സിലാണ്, വിഷമമാണെന്നല്ല, എനിക്ക് വലിയ വിഷമാണെന്ന് പറഞ്ഞാൽ എന്നെ അത് വല്ലാതെ, എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എനിക്ക് ഡിപ്രഷൻ അടിക്കാൻ അത് മതി. എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷം തരുന്നു. ഏതാണ് ആ ഒരു കാര്യം? വായിച്ചേ 22-ാമത്തെ വചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. എന്താണ്? കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അതാണ് എൻ്റെ വചനം. അതാണ് ഞാൻ പോയിന്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഓരോ പ്രഭാതത്തിലും എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. കാരണം ഇന്നലെ കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെയല്ല ഇന്ന് സ്നേഹിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. അടുത്തത്, അവിടുത്തെ വിശ്വസ്തത എന്താണ്? ഉന്നതമാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതം. ഓരോ പ്രഭാതത്തിലും വായിക്കാമോ? കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും എന്താണ്? കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്. അല്ലെ, ഇന്നലെ എന്നെ സ്നേഹിച്ചതുപോലെയല്ല. നമ്മൾ എന്തുമാത്രം കരുതുന്ന ഒരു ദൈവമാണ്. വരാമോ? ഇനി നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒന്നെടുത്ത് നിയമാവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 29. ഒരിക്കൽ കൂടി വായിച്ചേ. 33:29. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെ പോലെ മറ്റേത് ജനമാണുള്ളത്. നമ്മൾ എത്രമാത്രം കരുതി നടത്തുന്ന ഒരു ദൈവം. അങ്ങനെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തോട്, ഇനി ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരണം. ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറയുകയാണ്, മോശ മരിച്ചു, പക്ഷേ നിങ്ങൾ അനാഥരായി പോവുകയില്ല. വലിയ നേതൃത്വം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ ഇനി മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടതായി വരികയില്ല. ജോഷുവ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വായിച്ച 2-ാമത്തെ വചനം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള തിരുവചനം. എൻ്റെ ദാസൻ മോശ മരിച്ചു, നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. അടുത്തത്, മോശയോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും. വളരെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനമാണിത്. നമ്മൾ പലപ്പോഴും പലയിടത്തും പച്ച പിടിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന വീടുകളിൽ നമുക്ക് ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തതാണ്. നമ്മളൊരു ദേശത്ത് താമസിക്കുമ്പോൾ, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, ആ വീട് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ, ആ വീട്ടിൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ദൈവവചനം വീഴണം. അതാണ് വചനം പറയുന്നത്, നീ കാലുകുത്തുന്ന ദേശം നിനക്ക് ഞാൻ സ്വന്തമായിട്ട് തരും. നീ കാലുകുത്തുന്ന ദേശം നിനക്ക് നഷ്ടമാകുമെന്നല്ല വചനം പറയുന്നത്, നീ കാലുകുത്തുന്ന ദേശം നിനക്ക് ഞാൻ സ്വന്തമായിട്ട് തരും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 5-ാമത്തെ വചനം വായിച്ചേ. നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. നിന്റെ ആയുഷ്കാലത്ത് നിന്നെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? തോൽപ്പിക്കാൻ. നമ്മൾ ഇതൊക്കെ ശരിക്കും കൊണ്ട് ധ്യാനിച്ചാലുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? പലപ്പോഴും തോറ്റുപോയി എന്ന് കരുതുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമൊക്കെ തോറ്റുപോയി, ഒന്നും ശരിയാവുന്നില്ല. എല്ലാവരും വിജയിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മാത്രം തോറ്റുപോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ വചനം പറയുകയാണ്, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അടുത്ത വചനം, ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ ഞാൻ കൈവിടുകയില്ല. അടുത്ത വചനം എന്താണ്? ശക്തനും ധീരനും ആയിരിക്കുക. ജോഷുവ 1:6 വചനം എന്താണ്? ശക്തനും ധീരനും ആയിരിക്കും. ഇത് വലിയൊരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയില്ല. പ്രാർത്ഥന ഇതാണ്, കർത്താവേ ശക്തിയും ധൈര്യവും തരണമേ.
ഇന്ന് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നം നമുക്കൊരു ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയിൽ ഒരു വരണ്ട അവസ്ഥ പോലെയാണ്. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. നമ്മുടെ മുമ്പിൽ ഒരു വഴി അടഞ്ഞാലും അടുത്തൊരു വഴി നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ കരുതുന്ന ഒരു ദൈവം, നമ്മളെ വാഴ്ത്തുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം. ഒരു വഴി നമുക്ക് മുമ്പിൽ അടയുന്നത് കണ്ടിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരു വഴി നമുക്ക് വേണ്ടി കർത്താവ് തരും. നമ്മൾ എത്രമാത്രം അത് അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ തലയിൽ കിടപ്പുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരുപാട് അനുഭവങ്ങൾ. അതായത് നമ്മളെ കർത്താവ് വെറുതെ ഒരു സ്ഥലത്തൂടെ കൊണ്ടുപോകുന്നത് പോലും ആർക്കൊക്കെയോ അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞത്, നീ പോകുന്ന ഇടത്തെല്ലാം നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ശക്തനും ധീരനും ആയിരിക്കുക. അപ്പോൾ ഇന്നത്തെ സന്ധിയിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ശക്തനും ധീരനും ആയിരിക്കുക. മറന്നു പോകരുത്, ശക്തനും ധീരനുമായിരിക്കുക. നീ കാലുകുത്തുന്ന ഇടമെല്ലാം കർത്താവ് നിനക്ക് സ്വന്തമായിട്ട് തരും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മറ്റുള്ളവരെ സ്വന്തമാക്കാൻ സാധിക്കും. അതായത് നമ്മളൊരു സ്ഥലത്തിന് ജോലിക്ക് ചെന്നാൽ ആ സ്ഥലം കർത്താവ് നമുക്ക് തരും. നമുക്ക് അതിൻ്റെ പ്രമാണം എഴുതി തരും എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് നമുക്ക് ഹൃദയം കൊണ്ട് അവിടെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. നമുക്കൊരു മെച്ചമുണ്ടാകും. അങ്ങനെ ഒരു വലിയ കൃപ കർത്താവ് നമുക്ക് ആ മേഖലയിൽ തരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറയുകയാണ്, നീ ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. ഒരു നിസ്സാര സമയത്ത് പോലും നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തോമസിൻ്റെ പപ്പായെ കാണാൻ വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി. അപ്പോൾ അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി വാർഡിലാണ് പോയത്. അപ്പോൾ അവിടെ നമുക്കങ്ങനെ പെട്ടെന്ന് കയറാനായിട്ട് പറ്റില്ല എങ്കിലും അവിടുത്തെ സെക്യൂരിറ്റിക്കാർ അനുവദിച്ചുകൊണ്ട് രാത്രിയിലാണ് ഞാൻ പോയത്. അവിടെ കയറിപ്പോയി. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ തോമസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ലിഫ്റ്റിൻ്റെ അവിടെ ഞാനൊന്ന് നോക്കി. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഒരു ലിഫ്റ്റിൻ്റെ പ്രത്യേകത, 12 ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ എപ്പോഴും ബിസിയാണ്. മനസ്സിലാവുന്നുണ്ടോ? 8ാം നിലയിൽ നിന്ന് 4ലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് കയറാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ തോമസിനോട് പറഞ്ഞു, ഞാൻ നടന്ന് താഴോട്ടിറങ്ങി, ഞാൻ അങ്ങ് പൊക്കോളാം, നീ വരണ്ട എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഓരോ ഫ്ലോറിൻ്റെ 2-3 ഫ്ലോർ ഇറങ്ങാനുണ്ട്. ഓരോ ഫ്ലോറിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ലിഫ്റ്റ് വല്ലതും ഓപ്പണായി വരുന്നുണ്ടോ എന്ന്. കാരണം ലിഫ്റ്റിലേക്ക് കയറാമല്ലോ. അപ്പോൾ ഒത്തിരി പേരും ഇങ്ങനെ ലിഫ്റ്റിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ആ സ്റ്റെപ്പിലൊക്കെ ഒരുപാട് പേര് കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കങ്ങനെ അല്ലേ? അപ്പോൾ നമുക്ക് അവരോടൊന്ന് മാറിയിരിക്കും, സ്റ്റെപ്പിലാണോ കിടക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം 15 ദിവസം 18 ദിവസമൊക്കെ ICUവിലും വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുന്ന ആളുകളുടെ കൂട്ടിരിപ്പുകാരാണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്റ്റെപ്പിൽ ഇരിക്കുകയും 3ാമത്തെ സ്റ്റെപ്പിലേക്ക് തലവെച്ച് കിടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരെ വകഞ്ഞു മാറ്റി അല്ലേ ഞാനിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒത്തിരി സങ്കടം തോന്നി. ഒരു 7-8 മണി സമയത്താണ് ഒത്തിരി പേര് ആ സ്റ്റെപ്പിൽ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. മനസ്സിലാവുന്നത്? അത്രയും ക്ഷീണത്തോടെ ഭാരത്തോടെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഓരോ ഫ്ലോറിൽ വരുമ്പോഴും ലിഫ്റ്റിലേക്ക് വെറുതെ നോക്കുന്നുണ്ട്. എനിക്കറിയാം ഓപ്പൺ ആവില്ല, എങ്ങാണോ ഓപ്പൺ ആയാലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെറുതെ നോക്കുന്നുണ്ട്. കാരണം സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ആളുകളെ നമ്മൾ ചവിട്ടാനും പാടില്ല. കാരണം ആ സ്റ്റെപ്പ് മുഴുവൻ ആളുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഫ്ലോറിൽ വരുമ്പോഴും എനിക്ക് മുമ്പിൽ ലിഫ്റ്റുകൾ തുറക്കപ്പെടുന്നില്ല, എല്ലാം ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്നൊരു വിളി, അച്ഛാന്നൊരു വിളി. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ആരെയാണ് വിളിച്ചത്? ഇനി എന്നെയാണോ ഇനി വേറെ ഏതെങ്കിലും അച്ഛന്മാരെയാണോ എന്നൊരു സംശയം. ഞാനിങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കൈലിമുണ്ടൊക്കെ എടുത്ത് മുഷിഞ്ഞ വേഷങ്ങൾ ധരിച്ച്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അവൻ ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. പെട്ടെന്ന് എനിക്ക് അവനെ മനസ്സിലായില്ല, പക്ഷെ അവൻ അടുത്തോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിലെ ഒരു ചെറുപ്പക്കാരനാണ്. സാറെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വല്ലപ്പോഴുമൊക്കെ പള്ളി വരുന്നുള്ളായിരുന്നെങ്കിലും എനിക്ക് അവനെ അറിയാം. അവൻ ഓടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അച്ഛനെന്താണ് ഇവിടെ? ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പള്ളിയിലുള്ള ഒരാളിങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്, നീ എന്താണ് ഇവിടെ എന്ന് ഞാൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണ് പെട്ടെന്ന് നിറയുന്നതായിട്ട് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, അച്ഛാ എൻ്റെ അമ്മ ഇവിടെ ICUവിൽ കിടക്കുകയാണ്, ഒരു 7-8 ദിവസമായിട്ട് ICUവിൽ കിടക്കുകയാണ്, അച്ഛനൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമോ, അച്ഛനൊന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ ഇങ്ങോട്ട് കയറിയത് തന്നെ അവർ കനിഞ്ഞത് കൊണ്ട് കയറിയതാണ്, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ICUവിൽ കിടക്കുന്ന ആളെ ഇനിയിപ്പോൾ കാണാൻ പറ്റുമോ? വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയൊക്കെയാണ് സന്ദർശന സമയം. മാത്രമല്ല ഇപ്പം ഈ വൈകുന്നേരം രാത്രി 8 മണിയോളമായി
ഇനി ഐസിയുവിലേക്കൊക്കെ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. അച്ഛൻ വരണമെന്ന് പറഞ്ഞിട്ട് ഇവൻ എൻ്റെ കൈ പിടിച്ച് ഒരു ഫയർ സ്റ്റെപ്പ് വഴി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചൊരു സ്റ്റെപ്പാണ്, തീ പിടിക്കുമ്പോൾ ഇറങ്ങി ഓടാനുള്ള സ്റ്റെപ്പാണ് ഫയർ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിലൂടെ ഇവൻ എന്നെ കൊണ്ടുപോയി. ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, കാരണം തിരിച്ചിറങ്ങി രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെയോ അവൻ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇവൻ അകത്ത് കയറിയതും ആ ഡോർ അടഞ്ഞു. ഞാൻ ഇപ്പുറത്ത് നിൽക്കുകയാണ്, ഇവൻ അകത്ത് കയറി അവിടെ ആരോ ഡോർ അടച്ചു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അനുവാദമില്ലാത്ത സമയമാണ്. ഇവനെ അവർക്കറിയാം, കാരണം ഇവനിങ്ങനെ കഞ്ഞി കൊടുക്കാനും മരുന്ന് കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഐസിയു മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവിടെയുള്ള നേഴ്സുമാർക്കറിയാം, എന്നെ അറിയില്ല. അപ്പം ഞാൻ ഈ വരാന്തയിൽ ഇതിനകത്ത് ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ ആരുമില്ല, ഒറ്റ മനുഷ്യനില്ല, കാരണം അതിലേക്കൂടെ ആളുകൾ പോകുന്നൊരു സ്ഥലമല്ല. അപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. സമയം 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇവൻ തോമസിനെ വിളിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പിന്നെ വിളിച്ചില്ല, കാരണം അവനും വരാൻ ബുദ്ധിമുട്ടാണ്. എവിടെയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് പറഞ്ഞു കൊടുക്കാനും അറിയില്ല, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് പറയാനും അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ സമയം അവിടെ നിന്നു. സമയം 40 മിനിറ്റ് സമയം ഞാൻ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന്, കാരണം താഴോട്ട് പോയാൽ അവിടെ ഡോർ ഓപ്പൺ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അവിടെ ഇരുന്ന് മരിക്കുമോ എന്ന് എനിക്ക് തോന്നി, കാരണം ആരുമില്ല അവിടെ. ആ സ്റ്റെപ്പിലൂടെ ഒന്നും ആരും കയറി ഇറങ്ങിയും പോവുകയും ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു, ഒരു നേഴ്സ് വന്ന് അത് തുറന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൻ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അച്ഛനെ വിളിക്കുന്നെന്ന് പറഞ്ഞു. അവൻ ഇത്രയും നേരം അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 40 മിനിറ്റ്, എന്നെ എങ്ങനെയും അകത്ത് കയറ്റാനാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛാ ഇത് സന്ദർശന സമയമല്ല, അച്ഛൻ പെട്ടെന്ന് ഇറങ്ങുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞു. മാസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് മാത്രമില്ല, ബാക്കി എല്ലാം ഉണ്ട്. കാരണം കോവിഡ് കാലത്ത് പോലും 3 മാസ്ക് ഉപയോഗിച്ച ആളുകളാണ് നമ്മൾ, അതുകൊണ്ട് മാസ്ക് ഒരു വലിയ ശീലമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മാസ്ക് ഇല്ല. അയ്യോ മാസ്ക് വേണോ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി, ഒന്നും കണ്ടില്ല, കടകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു അച്ഛൻ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അവർ സർജിക്കൽ അവിടെ നിന്ന് ഒരു മാസ്ക് എടുത്ത് എനിക്ക് തന്നു. അപ്പം ഞാൻ ആ മാസ്കൊക്കെ വെച്ച് ഈ അമ്മ കിടന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എനിക്ക് അറിയാവുന്നൊരു ചേച്ചിയാണ്, നിവൃത്തി ഉണ്ടെങ്കിൽ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്, മനസ്സിലാവുന്നുണ്ട്. വിശുദ്ധ കുർബാനകളൊന്നും മുടക്കുന്ന ആളല്ല. പള്ളിയിൽ നിന്ന് ഒത്തിരി അകലെയാണ് താമസിക്കുന്നത്, ഓട്ടോയൊക്കെ വിളിച്ചാണ് വരുന്നത്. പലപ്പോഴും പള്ളിക്കാരാണ് ഓട്ടോ കാശൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വല്ലപ്പോഴും അല്ല, അങ്ങനെ കൃത്യമായിട്ട് ദേവാലയത്തിൽ ആവതുണ്ടെങ്കിൽ പള്ളിയിൽ ഇങ്ങനെ വരുന്ന ഒത്തിരി വണ്ടിയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് ഒരു കയറ്റം കയറി റോഡിൽ വന്ന് അവിടുന്ന് പിന്നെ ഓട്ടോയൊക്കെ പിടിച്ച് പള്ളിയിൽ വന്ന് ഓട്ടോയ്ക്കകത്തുനിന്ന് പോലും ഇവർക്ക് ഇറങ്ങാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നൊരു ചേച്ചി, അങ്ങനെ അവർ മൂക്കിലും ഇവിടെ എല്ലാം ഇങ്ങനെ ട്യൂബിട്ട് ഈ ഐസിയുവിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ നേഴ്സ് എന്നോട് പറഞ്ഞു ഇതാണ് അച്ഛൻ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ തലയിൽ കൈവച്ചപ്പോൾ ഇവർ പെട്ടെന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അവർ കണ്ണു തുറന്ന് നോക്കിയിട്ട് എന്നെ കണ്ടു. അവർക്ക് മനസ്സിലായി, ഉള്ളിൽ ബോധമുണ്ട്. എന്നെ കണ്ട് മനസ്സിലായിട്ട് ചിരിച്ചിട്ട് അവരിങ്ങനെ കൈ ഇങ്ങനെ പതിയെ നെഞ്ചിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. കുരിശൊക്കെ വരച്ച് ഞാനും നല്ലപോലെ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഞാൻ തിരികെ പോയി. അങ്ങനെ തിരികെ പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വരികയാണ്. ആ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോൾ ആദ്യത്തെ ആളെ കണ്ടിട്ട് ഞാൻ യഥാർത്ഥത്തിൽ ആ മേളിത്തെ വാടിപ്പോയി കാണാൻ പോയതാണ്. അപ്പോൾ ഞാൻ കാണേണ്ട ആളെ കണ്ട് ഞാൻ തിരികെ വരുമ്പോൾ എനിക്ക് മുമ്പിൽ 2-3 നിലകളിൽ ഈ ലിഫ്റ്റുകൾ ഇങ്ങനെ അടഞ്ഞുപോയി. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിലൊരു വിഷമം തോന്നി. അത് ഒരു രോഗിയെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് കർത്താവ് ഒരു ലിഫ്റ്റ് നമുക്ക് തുറന്നു തന്നില്ലല്ലോ എന്നുള്ളൊരു, കാരണം ഞാനൊരു പകൽ മുഴുവൻ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണിച്ചാണ് അന്ന് അവിടെ പോയത്. എനിക്ക് വല്ലാത്തൊരു ക്ഷീണമുണ്ട്. ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല, എങ്കിലും പെട്ടെന്ന് വരാമല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. നമ്മൾ വേർപ്പിൻ്റെ അസുഖമുള്ള ആളായതുകൊണ്ട് വേർക്കാൻ താല്പര്യമില്ലാത്തവരാണല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ വരണമല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ട്, അങ്ങനെ ഒരു മാനുഷികമായ ചിന്ത. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, നമുക്ക് മുമ്പിൽ ആ ലിഫ്റ്റ് അടഞ്ഞു കിടന്നത് എന്തോരം നന്നായി. ഞാൻ ലിഫ്റ്റിലൂടെ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി ഞാൻ വണ്ടി എടുത്ത് തിരികെ കോളേജിലേക്ക് പോകുമായിരുന്നു. പക്ഷേ എനിക്ക് മുമ്പിൽ ആ ലിഫ്റ്റ് അടയപ്പെട്ടത്, നമ്മൾ വിചാരിക്കും അയ്യോ അത് ഒരു വഴി അടഞ്ഞു പോയല്ലോ, ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ട് എനിക്കൊരു ലിഫ്റ്റ് കർത്താവ് തുറന്നു തന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷേ നമുക്ക് മുമ്പിൽ ഒരു വഴി അടഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന ഒരാത്മാവിന് ഒരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ്. ഒരു വൈദികനെ, മനസ്സിലാണ്, ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയല്ല, ഒരു വൈദികനെ കിടക്കക്കരികിൽ എത്തിക്കാൻ കർത്താവ് ആ ചേച്ചിയോട് കാണിച്ച കരുതലാണ് എനിക്ക് മുമ്പിൽ ഒരു വാതിലടയ്ക്കപ്പെട്ടത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിസ്സാരമെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അതിന് പിന്നിൽ വലിയൊരു ദൈവിക അനുഭവമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഐസിയുവിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു പ്രാർത്ഥന കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ വില അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഐസിയുവിൽ വളരെ രോഗാവസ്ഥയിൽ മരണത്തെ മുഖാഭിമുഖം കണ്ടുകിടക്കുന്ന ഒരാളിൻ്റെ അടുത്തേക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ചുറ്റും കിടക്കുന്ന ആളുകൾ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി വേഴാമ്പൽ ചുണ്ടിങ്ങനെ കൂർപ്പിച്ചിരിക്കുന്നത് പോലെ രോഗികൾ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടുണ്ട്.
ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ ഇന്നേ വരെ ആ ആൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് ആ കോമ്പൗണ്ട് വിടാൻ നമുക്ക് പറ്റില്ല. മറിച്ച് ആരെങ്കിലും ഒക്കെ, ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴും എനിക്കറിയാവുന്ന രണ്ട് പേരെ ഞാൻ കണ്ടു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകിൽ പ്രാർത്ഥിച്ചോളാം കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം, ആരാ കിടക്കുന്ന ഇന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ, അത്രയെങ്കിലും പറയാൻ കർത്താവ് നമ്മളെ അവിടെ ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് ആ രോഗികളോട് കർത്താവ് കാണിക്കുന്ന ഒരു കരുതലിന്റെ പേരാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളെ കർത്താവ് ചില സ്ഥലങ്ങളിൽ താമസിപ്പിക്കുന്നത്, നമുക്ക് മുൻപിൽ ഒരു മഴ പെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റു ചില ആളുകൾക്ക് ഒരു ദൈവാനുഗ്രഹമായി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ദൈവാനുഗ്രഹമായി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും ഓർക്കണം. അതുകൊണ്ട് ഒരിക്കലും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കടയിൽ ചെന്നപ്പോൾ ഭയങ്കര മഴ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ നനയും. അതുപോലുള്ള മഴ. വണ്ടി പുറത്ത് കിടപ്പുണ്ട്, വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. മഴ ഇങ്ങനെ ഭയങ്കര വൈകുന്നേരം പെയ്തൊരു മഴ പോലെ ഭയങ്കര ഒരു മഴ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യാനാണ്? ആ മഴയൊന്ന് തോരണമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം എടുക്കും, അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ നനയും. അപ്പോൾ പിന്നെ നനഞ്ഞ് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ച കടയിൽ നിൽക്കാമെന്ന് വിചാരിച്ച സമയത്ത് ആ കടയിൽ ചായ എടുത്തുകൊണ്ട് കൊടുക്കാൻ നിൽക്കുന്ന ഒരു അമ്മച്ചി, ആ അമ്മച്ചി വന്നിട്ട് ചോദിച്ചു, അച്ഛനാണല്ലേ? ഞാൻ പറഞ്ഞു അച്ഛനാണ്. ചായ കുടിച്ചെങ്കിലും ബോണ്ട കഴിച്ചെങ്കിലും അച്ഛനാണ്. ബോണ്ട കഴിച്ച രീതി കണ്ടിട്ടാണ് ചോദിച്ചത്, അച്ഛനാണോ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛനാണ്. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പം ചോദിച്ചു എന്താ വിഷയം, എന്താണ്? അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ മകൻ അതീവ ഗുരുതരാവസ്ഥയിൽ ബ്ലഡ് ക്യാൻസറായിട്ട് RCCയിൽ അഡ്മിറ്റാണ്. ഞാൻ ഇവരെ കാണുന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് അവനൊരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഈ അമ്മ ഈ ചായക്കടയിൽ ചായ എടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് 350 രൂപയാണ്. 350 രൂപയും ഉച്ചയ്ക്ക് അല്പം ആഹാരമാണ് കിട്ടുന്നത്. മനസ്സിലാണോ? വളരെ ദൂരെ യാത്ര ചെയ്ത് ഈ ചായക്കടയിൽ ചായ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് 350 രൂപ. അപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ പറയാണ്, മകന് ബ്ലഡ് ക്യാൻസറാണ്. കൊച്ചുമകനാണ്, മകനല്ല, മകൻ്റെ മകനാണ് തോന്നുന്നു, അല്ലെങ്കിൽ മകളുടെ മകൻ, എന്തായാലും കൊച്ചുമകനാണ്. മകന് ക്യാൻസറാണ്. തൊട്ടടുത്ത ദിവസം ഒരു ഓപ്പറേഷനാണ്. അവിടെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു പേരെന്താണ്? ഹൈന്ദവയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെന്തോ ഒരു പേര് പറഞ്ഞു. ഞാൻ അവന് വേണ്ടി ഇവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്തായി എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ എൻ്റെ ഉള്ളിലൊരു സന്തോഷം തോന്നി. ചായ കുടിക്കുമ്പോൾ, ചൂട് ചായ മഴയത്ത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരാനന്ദത്തേക്കാൾ വലിയൊരു ആനന്ദമാണ് അല്ലേ നമ്മളെ കർത്താവ് അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു മഴ പെയ്ത് നമ്മളെ കർത്താവ് ആ കടയിൽ നിർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സമയം അല്പം കർത്താവ് എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരാളെ ദൈവം നമ്മളെക്കാൾ കൂടുതൽ കരുതുന്നത് കൊണ്ടാണ്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ ഓരോ വഴികളിലും ഓരോരുത്തരെയും കരുതുന്ന ഒരു ദൈവമാണ്. അപ്പൊ ജോഷുവയോട് കർത്താവ് പറയാണ്, നീ മോശ മരിച്ചു എന്ന് വിചാരിച്ച് നീ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. മനസ്സിലാവണം? നിന്റെ ഗുരുസ്ഥാനീയനാണ് മോശ. മരിച്ചതോടുകൂടി ഇനി എല്ലാം തീർന്നു, ഇനി ഒന്നുമില്ല, എല്ലാം അടച്ചു വെക്കാം, ഇനിയിപ്പം ഒന്നുമില്ല, എല്ലാവരും വിട്ടിപ്പോക്കോ. അങ്ങനല്ല. ഇനി നമ്മൾ അടുത്തൊരു ഘട്ടം തുടങ്ങുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അടുത്തൊരു സ്റ്റേജ് തുടങ്ങുകയാണ്. ഒരു പ്രതിസന്ധിയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേൺ ഓവർ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ശരിക്കും ചില കാര്യങ്ങൾ കറങ്ങിത്തിരി. നമ്മൾ വിചാരിക്കും ഇനി എന്താണ്, ഇനി മുഴുവൻ പ്രളയമാണ് എന്ന് നമ്മൾ വിചാരിക്കും. നോ, അങ്ങനെയല്ല. നമ്മളാണ് ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ പ്രളയമൊന്നുമല്ല. അതിനുശേഷം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തൊരു ലെവലാണ്. മനസ്സിലാവുന്നുണ്ട്? അടുത്തൊരു ലെവലാണ്. കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും ഒത്തിരി പേടിച്ചു അല്ലേ? ഒത്തിരി പേടിച്ചു, കുറേ പേരൊക്കെ മരിച്ചു, ഒത്തിരി അസ്വസ്ഥതകൾ വന്നു. പക്ഷെ നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിയാൽ മതി, കോവിഡിന് ശേഷം ഒരു ലോകമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതിനുശേഷം അല്ലെ എല്ലാം തീർന്നു പോയെന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷേ പഴയതിനേക്കാൾ മെച്ചത്തിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് വന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ഒത്തിരി മേഖലകൾ മെച്ചപ്പെട്ടു. നമ്മൾ നെഗറ്റീവ് മാത്രം കാണാൻ നിൽക്കണ്ട. ഒത്തിരി നന്മകൾ, ഒത്തിരി കാര്യങ്ങളിൽ അല്ലെ ആളുകളൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. മനസ്സിലാണ്? ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഒന്നുമില്ല, ഒറ്റയ്ക്ക് രാത്രി കിടന്നുറങ്ങാനെങ്കിലും ചില ആളുകൾ പഠിച്ച ഒരു കാലമാണ് കോവിഡ് കാലം. ഒത്തിരി നന്മകളുണ്ട് അതിൻ്റെ. മനസ്സിലാണ്? ഒത്തിരി നന്മകളുണ്ട്. ഒരു വെയിൽ വന്നതിന് ഒരു നന്മയുണ്ട്, ഒരു മഴ പെയ്യുന്നതിന് ഒരു നന്മയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ഒരു നന്മയുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമുക്ക് ചുറ്റും ഇങ്ങനെ കരുതലോടെ നിൽക്കുകയാണ്. ഒരു സംഭവം കൂടി കണ്ടിട്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഒരു സംഭവം ഇതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം. 2 രാജാക്കന്മാർ 6. മനോഹരമായ ഒരു സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരു സംഭവം കാണുകയാണ്. സിറിയ രാജാവ്, ഇസ്രായേലിന്റെ ശത്രുവാണ് സിറിയ രാജാവ് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും പല പദ്ധതികളും ഒരുക്കും. അങ്ങനെ പല പദ്ധതികൾ ഒരുക്കി അവര് സിറിയയിൽ നിന്ന് ഈജിപ്തിൽ എത്തുന്നതിന് മുൻപേ ഇസ്രായേൽ ജനം ഈ സിറിയക്കാരുടെ പദ്ധതികൾ മുഴുവൻ മനസ്സിലാക്കുകയും എന്ത് ചെയ്യുകയും ചെയ്യും? അവരെ
എതിർക്കാനുള്ള എല്ലാവിധമായ കാരണങ്ങളും ചെയ്യുകയും ചെയ്യും. അങ്ങനെ എപ്പോഴും സിറിയ രാജാവ് തോറ്റുകൊണ്ടിരിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കണ്ടിട്ട് സിറിയ രാജാവ് വളരെയധികം അസ്വസ്ഥനായി. മനസ്സിലാവുന്നുണ്ടോ? 11-ാമത്തെ വചനം വായിക്കാമോ? 11 2 രാജാക്കന്മാർ 6-ാം അധ്യായം 11-ാം തിരുവചനം വായിച്ചേ. സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. എന്താണ് അസ്വസ്ഥനായത്? പലതവണ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പോയിട്ടും എന്ത് ചെയ്തിട്ടില്ല? ഇസ്രായേലിനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ആരോ ഈ രഹസ്യങ്ങൾ ഈ സിറിയ രാജാവ് എന്താണോ ഉദ്ദേശിക്കുന്നത്, സിറിയ രാജാവ് അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ എവിടെ കിട്ടും? അത് ഇസ്രായേലിന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇസ്രായേൽ രാജാവ് അതിനെ മറുവിദ്യ ഉടൻ തന്നെ ചെയ്യുകയും യുദ്ധത്തിൽ സിറിയയെ തോൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ സിറിയ രാജാവ് വല്ലാതെ അസ്വസ്ഥനായി. വായിച്ചേ. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിനു വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ... അപ്പൊ ആരോ ഒരാൾ ചാരപ്പണി ചെയ്യുന്നു എന്ന് ആർക്ക് മനസ്സിലായി? സിറിയ രാജാവിന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഒരു തന്ത്രം, ഇവിടുന്ന് കുതിരയും കൊണ്ട് പോകാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ആനയും കൊണ്ട് വരികയാണ്. മനസ്സിലാവുന്നുണ്ട്? അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ സിറിയ രാജാവ് ചോദിച്ചു, നമ്മുടെ കൂട്ടത്തിൽ ഏതോ ഒരുത്തൻ നമ്മുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുകയും അപ്പുറത്തേക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചാരനുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. 12-ാമത്തെ വചനം വായിച്ചേ. ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മളുടെ ഇടയിൽ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ആരാണ്? ഇസ്രായേലിലെ പ്രവാചകനായ ഏലീഷായാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇസ്രായേൽ രാജാവിൻ്റെ ഏറ്റവും അടുത്ത പ്രവാചകനാണ് ഏലീഷ പ്രവാചകൻ. കേട്ടിട്ടുണ്ടല്ലോ ഏലീഷ പ്രവാചകൻ. അപ്പൊ ഏലീഷ പ്രവാചകൻ സിറിയ രാജാവ് കിടപ്പറയിൽ ഭാര്യയോട് പറയുന്ന രഹസ്യം പോലും ഏലീഷ അറിയുകയും, ഏലീഷ അത് എങ്ങനെയാണ് അറിയുന്നത്? ആത്മാവിൽ അറിയുകയാണ്. അത് ഇസ്രായേൽ രാജാവിന് കൃത്യമായി മുന്നറിയിപ്പായിട്ട് കൊടുക്കുകയും ചെയ്തതാണ്. 13 വായിച്ചേ. പോയി അവനെ കണ്ടുപിടിക്കുക, അവൻ ആജ്ഞാപിച്ചു. ഞാൻ ആളയച്ച് അവനെ പിടിക്കും. അവൻ ദോദാനിലുണ്ട് എന്ന് അവർ അറിയിച്ചു. ആരാണ് അവൻ? എലീഷ ഉണ്ടെന്ന് അറിയിച്ചു. രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു. അവർ രാത്രിയിൽ നഗരം വളഞ്ഞു. അപ്പൊ എലീഷ ഇതൊന്നും അറിയാതെ കിടക്കുകയാണ്. എലീഷയുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൂടിയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും, എലീഷായും അദ്ദേഹത്തിൻ്റെ ഒരു സഹായി, അവരൊരു മലമ്പ്രദേശത്ത് കുടിലൊക്കെ അടിച്ച് താമസിക്കുകയാണ്. അപ്പോൾ രാത്രി മുഴുവൻ എലീഷ ദോദാനിലുണ്ട് എന്നറിഞ്ഞിട്ട് എന്ത് ചെയ്തു? സിറിയ സൈന്യം മുഴുവൻ ഈ പ്രായമായിട്ടുള്ള പ്രവാചകനെ പിടിക്കാൻ വേണ്ടി ഒരു രാജ്യത്തെ മുഴുവൻ പട്ടാളക്കാരും എങ്ങോട്ട് വന്നു? ഈ ദോദാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു. അയച്ചേ. ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഏലീഷ രാവിലെ എഴുന്നേക്കാനായിട്ട് താമസിച്ചു. രാത്രി എഴുന്ന പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം രാവിലെ എഴുന്നേറ്റില്ല. മനസ്സിലാവുണ്ടോ? രാവിലെ കുർബാന ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കുറച്ചു നേരം കിടന്നു. പക്ഷെ കൂട്ടത്തിലുണ്ടായിരുന്ന ആള്, അല്ലെ, ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ സേവകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായി ആയിട്ടുള്ള ചെറുപ്പക്കാരൻ, അവൻ രാവിലെ എഴുന്നേറ്റ് കണ്ണൊക്കെ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരെ കണ്ടു? ഒരു വലിയ സൈന്യം ഈ ദോദാൻ മുഴുവൻ വളഞ്ഞിരിക്കുന്നതായി കണ്ടിട്ട് പല്ലിയാക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ്. ബ്രഷ് എടുത്ത് കളഞ്ഞിട്ട് അവൻ ഓടി അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു, രാജാവല്ലല്ലോ, എലീഷയോട് പറഞ്ഞു, പ്രവാചക യജമാനനെ, നമ്മുടെ സൈന്യം നമ്മുടെ ഈ കുടിൽ മുഴുവൻ ഈ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. 16-ാമത്തെ വചനം വായിച്ചേ. എലീഷ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീഷായ്ക്ക് ഉറക്കം മാറിയിട്ടില്ലെന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്, അല്ലേ? എലീഷ എന്താ പറഞ്ഞത്? അവരുടെ കൂട്ടത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. എലീഷയുടെ പ്രാർത്ഥനയാണ്. വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് എലീഷയുടെ പ്രാർത്ഥന. കർത്താവേ, ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. അതായത് നമുക്ക് ചുറ്റും എന്താണ് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല എന്നുള്ളതാണ്. ഇല്ല എന്നുള്ള അർത്ഥമില്ല, ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പലതും കാണുന്നില്ലെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ തിരുവനന്തപുരത്ത് തമ്പാനൂർ വലിയൊരു മഴ പെയ്യുന്നുണ്ട്, നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയണം അവിടെ മഴയില്ലെന്ന് പറയാൻ പറ്റില്ല. അവിടെ മഴയുണ്ട്, പക്ഷേ നമ്മളത് കാണുന്നില്ല. അപ്പൊ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. എലീഷായ്ക്ക് ചുറ്റും മല, വായിച്ചേ, ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സിറിയാക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. നല്ല 2 പ്രാർത്ഥനയാണത്. ഇത് വളരെ എഫക്റ്റീവാണ്. അതായത് ഈ സൈന്യം മുഴുവൻ വരുമ്പോൾ കർത്താവിനോട് എലീഷ പ്രാർത്ഥിച്ചത്, കർത്താവെ,
ഈ ഭൃത്യന്റെ കണ്ണുകൾ തുറക്കണം. അങ്ങനെ തുറന്നാൽ എന്ത് ചെയ്യും? അവൻ തനിക്ക് ചുറ്റും നിൽക്കുന്ന കർത്താവിന്റെ സൈന്യത്തെ കാണും. ഇനി എലീഷ മറ്റൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് വരുന്ന സൈന്യം ഉണ്ടല്ലോ, സിറിയ രാജാവിന്റെ സൈന്യത്തിന്റെ കണ്ണുകളെ നീ അന്ധമാക്കണമേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് കേൾക്കുന്നൊരു പ്രാർത്ഥനയാണിത്. അതായത് നമ്മുടെ ശത്രുക്കൾ, നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളുടെ കണ്ണുകളെ അന്ധമാക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട് ബൈബിളിൽ. മനസ്സിലാവുന്നുണ്ടോ? അന്ധമാക്കണമേ. അപ്പോൾ ഇന്ന് 2-3 പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കർത്താവേ ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. അടുത്തത്, കർത്താവ് ഇവന്റെ കണ്ണുകൾ അന്ധമാക്കണമേ, അവര് ഒന്നും കാണാതിരിക്കട്ടെ. ഇത് രണ്ടും ഒരു പ്രാർത്ഥനയാണ്. മനസ്സിലാവുന്നുണ്ട്? അത് സന്ദർഭം അനുസരിച്ച് നമുക്കിത് പ്രാർത്ഥിക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ 18 വായിച്ചേ. സിറിയാക്കാർ തനിക്കെതിരെ വന്നപ്പോൾ ഏലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. ഏലീഷയുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് സിറിയാക്കാരുടെ കണ്ണുകളെ അന്ധമാക്കി. അപ്പോൾ ഏലീഷ അവരോട് പറഞ്ഞു, വഴി ഇതല്ല, പട്ടണവും ഇതല്ല. എന്നെ അനുഗമിക്കുക, നിങ്ങളെ അന്വേഷിക്കുന്നവന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അവൻ അവരെ സമരിയായിലേക്ക് നയിച്ചു. അവർ സമരിയായിൽ പ്രവേശിച്ചപ്പോൾ ഉടനെ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവെ ഇവരുടെ കണ്ണുകൾ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സമരിയായുടെ മധ്യത്തിലാണ് എന്നവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷായോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാൻ ഇവരെ കൊന്നുകളയട്ടെ. അവൻ പറഞ്ഞു, അവരെ കൊല്ലരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്നിട്ട് എന്ത് ചെയ്തു? എലീഷ അവർക്ക് വലിയൊരു വിരുന്നൊക്കെ കൊടുത്തിട്ട് മേലാൽ ഈ വഴിക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞ് സിറിയാക്കാരെ മുഴുവൻ തിരികെ അയച്ചു. മനസ്സിലാവുന്നുണ്ടോ? ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു പ്രാർത്ഥന ഒരു യുദ്ധം ഒഴിവാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരാൾ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് ചുറ്റും എത്ര പേരാണോ അവർ വരുന്നത്, അതിനേക്കാൾ വലിയൊരു സൈന്യം നമുക്ക് ചുറ്റും നിൽപ്പുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒരാൾ എന്നെ ആക്രമിക്കാൻ വന്നാൽ എനിക്ക് ചുറ്റും ദൈവദൂതന്മാരുടെ ഒരു സൈന്യം മുഴുവൻ നിൽപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മുഴുവൻ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ദേവാലയത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു മഹാസൈന്യമുണ്ട് എന്ന് മക്കാബായരുടെ പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. ഹേലിയോദർ എന്ന് പറയുന്ന ഒരാൾ ദേവാലയത്തെ അപമാനിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് കുതിരപ്പുറത്ത് നിന്ന് 2 യുവാക്കന്മാർ പ്രത്യക്ഷപ്പെട്ട് ഹേലിയോദറിനെ അടിച്ചു വീഴ്ത്തി. അവൻ അൾത്താരയിൽ പ്രവേശിച്ച് അൾത്താര നശിപ്പിക്കാൻ വേണ്ടി കയറിയതാണ്. കയറുന്നതിന് തൊട്ട് മുൻപ് അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് അവനെ കുതിരകൾ എന്ന് വെച്ചാൽ ഈ സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ മിഖായിലും റഫായിലുമായിരിക്കും. അവരെന്ത് ചെയ്തു? ഈ ഹേലിയോദറിനെ ബോധം കെടുത്തിക്കളഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ജോഷുവയോട് കർത്താവ് പറഞ്ഞതുപോലെ ശക്തനും ധീരനും ആയിരിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തനും ധീരനുമായിരിക്കും. ഇതാണ് ഈ ദൈവവചനം. അപ്പോൾ നമ്മളിന്ന് കണ്ട കാര്യങ്ങളെ പെട്ടെന്നൊന്ന് പറയുകയാണ്. ജോഷുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണ്? നീ ശക്തനും ധീരനുമായിരിക്കുക. അതൊരു പ്രാർത്ഥനയാണ്. കർത്താവെ എന്നെ ശക്തനാക്കണമേ, എന്നെ ധീരനാക്കണമേ. രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ്. എലീഷ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. കർത്താവെ ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, അങ്ങനെ അവൻ കർത്താവിൻ്റെ സൈന്യത്തെ കാണട്ടെ. ദുഷ്ടന്മാർക്ക് വേണ്ടി എലീഷ പ്രാർത്ഥിച്ചു, കർത്താവെ അവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ, അവരൊന്നും കാണാതിരിക്കട്ടെ. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിടാൻ പറ്റാത്ത ആളുകളെ നമ്മൾ ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേരിടാൻ സാധിക്കും. നമുക്കെതിരെ വടിവാളും കുറുപടിയുമായിട്ട് വരുന്നവരെ ആക്രമിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ പ്രാർത്ഥന കൊണ്ട് നമുക്കെതിരെ വരുന്നൊരു സൈന്യത്തിൻ്റെ കണ്ണുകൾ അടച്ചു കളയാൻ കർത്താവിൻ്റെ ോടുള്ള വചനം, ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും പറ്റില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ, നമ്മൾ നിസ്സഹായരായി പോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അപ്പോൾ നമുക്ക് ചുറ്റും ഒരു മഹാസൈന്യം നിൽക്കുന്നത് നമ്മൾ കാണും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളിന്ന് കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന് തിരുരക്തവും തിരുജലവും. എന്താണ്? ഒന്ന് തിരുരക്തം, 2 തിരുജലം. അല്ലേ? അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ കർത്താവിൻ്റെ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഒരു പ്രാർത്ഥനയാണ്. മനസ്സിലാവണം? ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുജലമേ, തിരുരക്തമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ, ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ.